ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന വോട്ടിൽ ചോർച്ചയുണ്ടായതിന്റെ ഞെട്ടലിലാണ് പ്രതിപക്ഷം. എങ്ങനെയാണ് വോട്ട് ചോർന്നത് എന്ന ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വോട്ട് ചോർച്ചയുണ്ടായത് AAP, ശിവസേന, ഉദ്ധവ് താക്കറെ പാർട്ടികളിൽ നിന്നാണ് എന്ന് ഇന്ത്യ മുന്നണി വിലയിരുത്തുകയാണ്. വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 324 വോട്ട് നേടാൻ കഴിയുമെന്നായിരുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടും 315 വോട്ടുകൾ ലഭിക്കുമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 300 വോട്ടുകളാണ് ലഭിച്ചത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി വിട്ട AAPയിലെ ചില MP-മാർ BJPയോട് മൃദു സമീപനമെടുത്തു. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം MP-മാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനാൽ അവരും NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. ആകെ പോൾ ചെയ്ത 767 വോട്ടുകളിൽ 452 വോട്ടുകൾ നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. 552 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായിരുന്ന CP രാധാകൃഷ്ണൻ RSSലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ജനസംഘത്തിന്റെ നേതാവായിരുന്ന രാധാകൃഷ്ണൻ പിന്നീട് BJPയുടെ തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ നേരത്തെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു. 2020 മുതൽ 2022 വരെ BJPയുടെ കേരള പ്രഭാരിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനിച്ചത്. 16-ാം വയസ്സിൽ RSSലൂടെ വന്ന രാധാകൃഷ്ണൻ 1974 ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1996 BJPയുടെ തമിഴ്നാട് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി രാധാകൃഷ്ണൻ മാറി. സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ 93 ദിവസം നീണ്ടുനിന്ന 19,000 കിലോമീറ്റർ രഥയാത്ര രാധാകൃഷ്ണൻ നടത്തിയിരുന്നു. ഇന്ത്യയിലെ എല്ലാ നദികളെയും ബന്ധിപ്പിക്കുക, ഭീകരത ഇല്ലാതാക്കുക, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക, മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ പോരാടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം യാത്ര സംഘടിപ്പിച്ചത്. പിന്നെയും 2 പദയാത്രകൾ കൂടി അദ്ദേഹം നയിച്ചിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ NDA സഖ്യത്തിന് ഒന്നാകെ ആത്മവിശ്വാസം പകരുന്ന വിജയമാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് ദേശീയ തലത്തിൽ അത് വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് NDA സഖ്യവും BJPയും ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്.